ഹലോ ഗൈസ്, വെൽക്കം ടു ക്യൂബിക്സ് കസ്റ്റം വർക്ക്സ്. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വണ്ടി ജീപ്പ് കോമ്പസ് ആണ്. എന്തിനാണ് ഈ വർക്ക്? ഈ വണ്ടി നമുക്ക് വന്നിരിക്കുന്ന കോട്ടയത്ത് നിന്നാണ്. ഇതിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ഈ വണ്ടി നമ്മുടെയൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ള നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്, എന്താണ് നമ്മൾ ചെയ്ത വർക്കെന്ന് കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. കമോൺ ഗൈസ്. തന്നെ ഞാൻ ആദ്യം പറയാം, ഈ വണ്ടി നമ്മുടെ ലിമിറ്റഡ് വേരിയന്റ് ജീപ്പ് കോമ്പസ് ആണ്. അപ്പൊ ഇതില് ഇരുന്ന സ്റ്റോക്ക് സ്റ്റീരിയോ കംപ്ലൈന്റ് ആയി. അപ്പൊ പുള്ളിക്ക് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റീരിയോ മാറ്റി പുള്ളിക്ക് ഒരു സ്റ്റീരിയോ അപ്ഗ്രഡേഷന് വേണ്ടി വന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 9-inch ആൻഡ്രോയിഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് 360 ആണ് സെറ്റ് ചെയ്തത്. പക്ഷെ ഇതിലെ മെയിൻ വർക്ക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാം, സാധാരണ ജീപ്പ് കോമ്പസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് സ്റ്റിയറിംഗിൽ വരുന്ന കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ കൺട്രോൾസും കോള് കണക്ട്, ഡിസ്കണക്ട്, വോയിസ് കമാൻഡ്, ഇത്രയും നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസിൽ വരുന്നുള്ളൂ. ബാക്കി സ്റ്റീരിയോയുടെ കൺട്രോൾസ് വരുന്നതെല്ലാം നമ്മുടെ ക്ലസ്റ്റർ, നമ്മുടെ ഡാഷ്ബോർഡിലെ ഈ കൺട്രോൾസിലൂടെയാണ്. അതായത് ഓഫ് ബട്ടൺ, വോളിയം, അതേപോലെ മ്യൂട്ട്, ഈ സാധനങ്ങൾ ഇതേണ്ട മ്യൂട്ട്, ഇതെല്ലാം നമുക്ക് സ്റ്റീരിയോയുടെ കൂടെയല്ല വരുന്നത്, താഴെ ഈ ഒരു AC കൺട്രോൾ പാനലിന്റെ കൂടെയാണ് വരുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ യൂഷ്വലി നിങ്ങളെല്ലാം കാണുന്നുണ്ട്, ആൻഡ്രോയിഡ് ചെയ്യുമ്പോൾ ആളുകൾ ക്യാൻവസ് ആഡ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. ക്യാൻവസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ വണ്ടിയിലുള്ള ഫങ്ഷൻസ് സ്റ്റീരിയോയിൽ കാണാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു കസ്റ്റമറിന്റെ മെയിൻ റിക്വയർമെന്റ് എന്തായിരുന്നെന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിലുള്ള ഫങ്ഷൻസ് എല്ലാം പുള്ളിക്ക് സ്റ്റീരിയോയിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. സോ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് അതാണ്. 360 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ കൺട്രോൾസ്, നമ്മുടെ AC കൺട്രോൾസ്, എല്ലാ കാര്യവും നമ്മൾ സ്റ്റീരിയോയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇത് വേണ്ട, നമ്മുടെ ഫാന്റെ സ്പീഡ്, ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റീരിയോയിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അല്ലാതെ നമ്മൾ യൂഷ്വലി ഇവിടെ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഇവിടെയും കൺട്രോൾ ചെയ്യാം, സെയിം കാര്യം നിങ്ങൾക്ക് സ്റ്റീരിയോയിലും കൺട്രോൾ ചെയ്യാം. അടുത്ത ഓപ്ഷൻ, നമ്മുടെ AC വെന്റ് ഏത്, അതായത് ഫേസ് മാത്രമാണോ, ബോട്ടം മാത്രം മതിയോ, അതോ ലെഗ് ആൻഡ് ഫേസ് വേണോ, അത് ചെയ്യാം. അതോ ഡിഫോഗറും AC കൂടെ വേണോ, ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റീരിയോ ഒന്ന് കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് ഡ്യുവൽ സോൺ AC ആണ്, നിങ്ങൾക്ക് വൺ സൈഡ് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂട്ടാം. ഈ സാധനങ്ങളെല്ലാം AC മാക്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഓട്ടോ ഫംഗ്ഷൻ ഓൺ ആക്കണം, എല്ലാം സ്റ്റീരിയോയിൽ നിന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ AC ഫംഗ്ഷൻസ്, കാര്യങ്ങൾ വേണം. ഇനി നമ്മുടെ ഈ വണ്ടിയിലുള്ള റിവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ 360 സെറ്റ് ചെയ്തിരിക്കുകയാണ്. റിവേഴ്സ് ഓൺ ആക്കി നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം, റിയർ സെൻസറിന്റെ ഫങ്ഷൻസ്, വാണിംഗ് നമുക്ക് ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി എന്താ ഓറഞ്ച് മാറി റെഡ് ആയി. അത് തന്നെ നമ്മൾ കുറച്ചും കൂടെ അകന്നാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പം അതുണ്ടാവില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഇത്. അപ്പം ഈ വാണിങ്സ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റീരിയോ എന്ന് പറയുന്ന ഓങ്കിയോടെ ഒക്ടോകോർ വരുന്ന 464 വരുന്ന ഒരു ആൻഡ്രോയിഡ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ HD 360 ക്യാമും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഫങ്ഷൻസ് കാണിച്ച് ഇനി 360യുടെ ഫംഗ്ഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 360 ഫംഗ്ഷൻ. ഇതിൽ തന്നെ നമ്മുടെ ഡോർ വാർണിങ്സും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി സ്റ്റീരിയോയിൽ ഈ 360 ഓൺ ആണെങ്കിലും അതല്ലാത്ത അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇൻഡിക്കേറ്റർ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് ഞാൻ ഇട്ടത്. നമ്മുടെ ലെഫ്റ്റ് ക്യാമ ഓപ്പൺ ആയിട്ടുണ്ട്. സെയിം സ്ഥലത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഇത്ര സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് കട്ട് ആവും. അതെല്ലാം നിങ്ങൾക്ക് 360 എടുക്കണം. AVM ഫംഗ്ഷൻ എടുക്കും. ഇവിടെ നിങ്ങൾക്ക് ബാക്ക് വൈഡ് ആംഗിൾ, സൈഡ് വൈസ്, റൈറ്റ് സൈഡ്, കോർണർ വൈസ് കാണണമെന്നുണ്ടെങ്കിൽ 2 കോർണർ മാത്രം, ഫ്രണ്ട് വൈഡ് ആംഗിൾ കാണാനായിട്ട്, റിയർ വൈഡ് ആംഗിൾ കാണാനായിട്ട്. അതേസമയം അതല്ല, കാറിന്റെ 2 സൈഡ് ഇത് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട തിരിച്ചിടുമ്പോഴത്തേക്ക് 2 സൈഡും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് പ്രോപ്പർലി 360 നമ്മൾ അലൈൻ ചെയ്തിരിക്കുകയാണ് ഈ വണ്ടിയിൽ. അതായത് ക്ലോത്ത് അലൈൻമെന്റ് ചെയ്ത് നമ്മൾ 360 അലൈൻ ചെയ്തൊരു വണ്ടിയാണ്. ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സ്റ്റീരിയോയിലെ എല്ലാ ഫങ്ഷൻസ്, അതായത് കാറിൽ ഈ കോമ്പസിലുള്ള എല്ലാ ഈ ക്ലസ്റ്റർ, നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നിരിക്കുന്ന എല്ലാ നോർമൽ കൺട്രോൾസും നമുക്ക് സ്റ്റീരിയോയിൽ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിപ്പം നമ്മുടെ വണ്ടിയുടെ RPM, സ്പീഡ്, ഇൻസ്റ്റന്റ് സ്പീഡ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്,
നമ്മൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രീമിയം വണ്ടികൾ ചെയ്യാനുണ്ട്, ഏതോ ആയിക്കോട്ടെ ബ്രാൻഡ്, ക്യൂബിക്സിനെ കോൺടാക്ട് ചെയ്യൂ. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ക്യൂബിക്സ് കസ്റ്റമേഴ്സ്. താങ്ക് യു ഗൈസ്.